ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ കേസ് റദ്ദാക്കാൻ കോടതിയിൽ പോകുന്നതിനെക്കുറിച്ച് നിലവിൽ ആലോചിക്കുന്നില്ലെന്ന് റായ്പൂർ അതിരൂപത വക്താവ് പറയുന്നു. പോലീസ് കേസെടുത്തതിൽ തന്നെ പാളിച്ചകളുണ്ട്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഞങ്ങളെയോ തിരിച്ചോ സമീപിച്ചിട്ടില്ല. രാഷ്ട്രീയ കക്ഷികളുടെ പിന്തുണയ്ക്ക് നന്ദിയുണ്ടെന്നും ഫാദർ സെബാസ്റ്റ്യൻ പൂമറ്റം 24-നോട്. അജീഷ് ജയകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് ഛത്തീസ്ഗഡിൽ നിന്ന്. റായ്പൂർ അതിരൂപത വക്താവ് ഫാദർ സെബാസ്റ്റ്യൻ പൂമറ്റം 24-നൊപ്പം ചേരുകയാണ്. ഫാദർ, ജാമ്യം കിട്ടിയിട്ട് 2 ദിവസം പിന്നിട്ടു കഴിഞ്ഞു. ഇപ്പോഴും പക്ഷേ കേസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. ഇനിയുള്ള തുടർ നടപടികൾ എങ്ങനെയാണ് ആലോചിക്കുന്നത്? കോടതിയിലെ 8-ാം തീയതി അവരോട് വീണ്ടും ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ 8-ാം തീയതി അവർ ഹാജരായി കഴിഞ്ഞാലേ നമുക്കറിയാവുള്ളൂ കോടതിയുടെ അടുത്ത നീക്കം എന്താണ്, അല്ലെങ്കിൽ എന്താണ് ആവശ്യപ്പെടുന്നതെന്നുള്ളത്. അതുവരെ നമുക്കതേപ്പറ്റി ഒന്നും പറയാൻ പറ്റത്തില്ല. സഭ ഇത് ഹൈക്കോടതിയിലേക്ക് മേൽക്കോടതിയിലേക്ക് പോകാനോ കോടതി ഈ കേസ് തന്നെ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടാനോ അങ്ങനെയൊക്കെ ആലോചിക്കുന്നുണ്ടോ? സഭ ഇതുവരെ അതേപ്പറ്റി ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. കാരണം കോടതിയിൽ നിന്ന് ഇനി അടുത്ത മൂവ് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടേ നമുക്കതേപ്പറ്റി തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ. നിലവിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി പറഞ്ഞത് കേസ് അന്വേഷണം മുന്നോട്ട് പോകും, ജാമ്യം കിട്ടിയത് അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്നാണ് ഇവിടുത്തെ ആഭ്യന്തരമന്ത്രി പറഞ്ഞത്. അപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ അല്ലെങ്കിൽ എന്തെങ്കിലും അന്വേഷണം സഭയിലോട്ട് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങോട്ട് ആരെങ്കിലും സമീപിച്ചിട്ടുണ്ടോ? ഞങ്ങൾ സർക്കാരിനെയും സമീപിച്ചിട്ടില്ല, സർക്കാർ ഞങ്ങളെയും സമീപിച്ചിട്ടില്ല. അത് കാരണം അതേപ്പറ്റി നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. കേരളത്തിൽ നിന്നുള്ള BJP നേതാക്കൾ ഉറപ്പ് നൽകിയത് ഈ കേസ് അവസാനിപ്പിക്കും, തുകാശ് ചെയ്യും എന്ന് തന്നെയാണ് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് സഭയെ പിന്തുണയ്ക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഉറപ്പിൽ വിശ്വാസമുണ്ടോ? പാർട്ടിക്കാർ എന്തെല്ലാം കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിരിക്കുന്നു. കോൺഗ്രസ് ആണേലും BJP ആണേലും അവർ ഒത്തിരി കാര്യങ്ങൾ, ഓരോ നേതാക്കന്മാരും അവർക്ക് ഇഷ്ടമുള്ള പോലെ അവരവരുടെ കാര്യങ്ങൾ പറയുന്നു. നമ്മളിപ്പോൾ പാർട്ടി പറയുന്നതനുസരിച്ച് തുള്ളിച്ചാടാൻ പറ്റത്തില്ല. നമ്മൾ നിയമപരമായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അതനുസരിച്ച് മുന്നോട്ട് പോകത്തുള്ളൂ. ഇപ്പോഴും ഈ 9 ദിവസം ജയിലിൽ കിടന്നപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ സഭയ്ക്ക് പിന്തുണയുമായി എത്തിയിരുന്നു. അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? ആ പിന്തുണയൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു തോന്നുന്നുണ്ട്? നമ്മളെ പിന്തുണച്ച എല്ലാവരെയും നമുക്ക് വളരെ അധികം നന്ദി പറയുന്നുണ്ട് നമുക്ക് അവരോട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റേഴ്സിനെ പെട്ടെന്ന് പുറത്തിറക്കാൻ സാധിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ നമ്മളവരെ എല്ലാവർക്കും നന്ദിയുണ്ട് അവരോട്. അതിന് അവർ ചെയ്ത എല്ലാ സഹായങ്ങൾക്കും നമ്മൾ ഇപ്പോഴും നന്ദിയുള്ളവരായിരിക്കുകയും ചെയ്യും. പുറത്തിറങ്ങിയതിന് ശേഷം ചില കന്യാസ്ത്രീമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഇവിടെ ഇനിയും സേവനം ചെയ്യും, അവർ തുടർ പ്രവർത്തനം നടത്തും. പക്ഷേ ഈ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു പേടി ഉണ്ടായിട്ടുണ്ട്, പേടി തോന്നി തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു അവസ്ഥ ഛത്തീസ്ഗഡിൽ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ പലയിടത്തും അങ്ങനെ ഉണ്ടാകുന്നുണ്ടോ? സഭയുടെ ചരിത്രം നോക്കിയാൽ സഭയുടെ ആദ്യകാലം മുതൽ, അതായത് യേശുക്രിസ്തുവിൻ്റെ സമയം മുതൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടായിരിക്കുന്നത്. ക്രിസ്തുനാഥൻ തന്നെ പറഞ്ഞിരിക്കുന്നത് നീ നിന്റെ കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരിക എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മളെ പുറകോട്ട് കൊണ്ടുപോകാൻ പോകുന്നില്ല. അപ്പോൾ വക്താവ് ഫാദർ സെബാസ്റ്റ്യൻ പൂമറ്റമാണ് അദ്ദേഹത്തിന്റെ നിലപാട് വിശദീകരിച്ചത്. ഇനിയും സഭ അതിന്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകും, യാതൊരു പേടിയുമില്ല. മുമ്പും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഈ കേസിന്റെ കാര്യം അത് ഇപ്പോൾ നിലവിൽ കോടതിയുടെ ഭാഗത്താണ്, കോടതിയിലാണ് ഉള്ളത്. അത് കോടതിയുടെ തുടർ നടപടി എങ്ങനെയാണ് നോക്കിയതിന് ശേഷമായിരിക്കും അക്വാഷ എന്ന കാര്യങ്ങളിലടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ നിന്നും ജിജീന്ദ്രനൊപ്പം അജീഷ് ജയകുമാർ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.